നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറേ അടിപൊളി സാരീസ് എന്നും കാണിക്കുന്നതിലും ഒട്ടും മോശമല്ലാത്ത സാരികൾ ഒന്നും കാണിക്കുന്നതിലും അടിപൊളി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഓടിച്ചേനെ. ഒട്ടും മോശമല്ലാത്തതെന്ന് ഞാൻ തക്കത്തിന് നിന്ന് പറഞ്ഞില്ലേ. നമ്മുടെ ബനാറസി സാരി കണ്ടോ, വളരെ സോഫ്റ്റായ ഇത്, നല്ല സോഫ്റ്റാണ്, നല്ല കംഫർട്ടാണ്, നല്ല ഭംഗിയാണ്. ഇതിനകത്ത് ആദ്യം പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് ഇതിനകത്ത്. ഞാൻ പക്ഷേ ലാസ്റ്റാണ് പറഞ്ഞത്, അതായത് നല്ല ഭംഗിയാണെന്ന്. ഇനി ഇത് കാണിച്ചു തരാവേ. കോപ്പർ ഡിസൈൻ വരും. മുന്താണിയെ എന്നാണെന്നറിയാം, മുന്താണിയുടെ അറ്റത്താണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. അപ്പോൾ സാരി മൊത്തം നൂർന്നു പോയി അല്ലേ. ഇതാ മുന്താണി ഇങ്ങനെ, ഇതെങ്ങനെ പിടിക്കുക, അതിങ്ങനെ മേളിൽ നിന്ന് പിടിച്ച് ഉണ്ടോ, അങ്ങനെ പിടിച്ചാലാ കാണത്തില്ലാത്ത. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പൊക്കത്തുനിന്ന് ഇങ്ങനെ ചരിച്ചു പിടിക്കുക. വീഡിയോഗ്രാഫറെ വീഡിയോ എടുക്കാൻ പഠിപ്പിക്കുന്നല്ലേ ഞാൻ. ഇത് ബ്ലൗസ്, ആ കോപ്പർ വീവിങ് വന്ന് കോപ്പർ ഡിസൈനും വിത്ത് ബോർഡറും വന്ന ബ്ലൗസ് കണ്ടോ. ഈ ബ്ലൗസിൻ്റെ ഇത് കാണുമ്പോൾ അറിയാം സോഫ്റ്റാണ്, എത്രമാത്രം സോഫ്റ്റാണിത്. നല്ല ഭംഗിയായിട്ട് ബ്ലൗസൊക്കെ തയ്ച്ച്, നല്ല എന്താ പറയുക, മോഡലായിട്ട് ബ്ലൗസൊക്കെ തയ്ച്ച് ഇടുകയാണെങ്കിൽ. ഇപ്പോൾ പഫ് സ്ലീവൊക്കെ ഭയങ്കര ഭാഷണല്ല എന്നല്ല, ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല, പഴയ കാര്യം. പഫ് സ്ലീവ് ഒക്കെ ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇടുക. ഫുള്ള് താഴെ മുകളിലും പഫ് സ്ലീവ് വന്നിട്ട് ഇങ്ങനെ വീതിക്ക് പടിയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയ സൂപ്പർ സാരിയെ 1485 രൂപ. നേവി ബ്ലൂ ഷെയ്ഡ്. നിങ്ങൾ ചോദിക്കുന്ന ഷെയ്ഡ് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ഇഷ്ടമുള്ള നോക്കിക്കോണം കേട്ടോ. ഒരു സാരിക്ക് ഒരു ചെറിയ പ്രിൻ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ ആ സാരി തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുന്ന ആൾക്കാരെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. കാരണം അങ്ങനെ കിട്ടത്തില്ല ചിലപ്പം. നമുക്ക് ആ ചെറിയ പ്രിൻ്റുകളുടെ വ്യത്യാസത്തിൽ അതൊന്നും സാരിയുടെ ഒരു ഇതും സംഭവിക്കുകയെന്നാണ് ഞാൻ പറയുന്നത്. സത്യമായിട്ടുള്ള കാര്യമാണ്. ചില്ലി റെഡിൻ്റെ കഴിഞ്ഞും കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ എന്ന് വേണമെങ്കിൽ പറയാം. സെയിം സാരി, ഇപ്പോൾ കാണിച്ച സെയിം സാരി, ഇത് കളർ വ്യത്യാസം. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് വന്നിട്ടും ഇങ്ങനെ കണ്ടോ. ബ്ലൗസ് വന്നിട്ടും ഇങ്ങനെ തന്നെ. ബ്ലൗസിൻ്റെ അറ്റത്ത് ഈ ഒരു ബോർഡറുണ്ട് കണ്ടോ, ഈ ഒരു ബോർഡറുണ്ട്. സാരി ഇങ്ങനെ ഭയങ്കര സോഫ്റ്റാണ്, നല്ല ഭംഗിയായിരിക്കും ഉടുത്തു കഴിഞ്ഞാൽ. അതുപോലെ ഭയങ്കര സുഖമാണ് കേട്ടോ. ഭയങ്കര എന്നാന്താ പറയുന്നത്, ഈ ഭയങ്കര ഞാൻ എത്ര പ്രാവശ്യം പറയുന്നുണ്ടല്ലേ. ഇനിയിപ്പോൾ ഭയങ്കര അല്ലാതെ വേറെ എന്നാ പറയുന്നത്. വളരെ ഭംഗിയാണ്, വളരെ സുഖമാണ്, എന്താ പറയുന്നത്, വളരെ കംഫർട്ടുമാണ്. ഇല്ല, കംഫർട്ട് മലയാളത്തെ കൊല ചെയ്യുവാന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഭംഗിയാണ്, വളരെ സുഖമാണ്, വളരെ കംഫർട്ടുമാണ്. സുഖമെന്ന് പറയുന്നത് കംഫർട്ടെന്ന് പറയുന്നത് ഒന്നല്ലേ. ബോട്ടിൽ ഗ്രീൻ, അതിൻ്റെ തന്നെ ബോട്ടിൽ ഗ്രീൻ. അയ്യോ, ഡിസൈൻ എല്ലാം ഒന്ന് ഇതുണ്ടോ, ഒറ്റ ലെയർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. നല്ല പ്ലീറ്റ്സ് എടുത്തിടണമെങ്കിൽ അങ്ങനെ ഇടാം, വൺ ലെയർ ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, എങ്ങനെ വേണേലും ഇടാം. ബ്ലൗസ് ഇത്, മുന്താണി ഇങ്ങനെ. നല്ല സാരിയാണ് ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു 2-3 ഉടുക്കലൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ പട്ട് പാവാട, അതല്ല വേറെതാ മൂന്നാമത്തേതാ. ഇനി നമ്മുടെ ഈ ഖാദിയുടെയൊക്കെ പോലത്തെ മെറ്റീരിയൽ, കോട്ടൺ സ്റ്റഫാണ്. കോട്ടൺ മിക്സ് സ്റ്റഫ് എന്ന് പറയാൻ പറ്റത്തില്ല, ഖാദിയുടെ മെറ്റീരിയലിൽ അങ്ങനത്തെ. ഇത് ഒരു എന്താ പറയുന്നത്, അടിപൊളി ഫങ്ഷൻ വെയർ സാരിയാണ്. നമുക്ക് വളരെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഖാദിയുടെ ഖാദി, അതായത് ഹാൻഡ്ലൂമിൻ്റെ മെറ്റീരിയൽ എന്നല്ല അതിന് പറയുന്നത്, മെറ്റീരിയൽ ഹാൻഡ്ലൂമേൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് നല്ല ഈ ബോർഡറിന് എന്നാ പറയുന്നത്, ജെറിയാണ് അതിന് പറയുന്ന പേരിന. ഇത് റോസ് ഗോൾഡ് അല്ലേ,
എന്നതാണ് ചില സമയത്തേ ചാനൽ വർക്ക് ചെയ്യുന്നില്ല. കണ്ടോ, ഒരു റോസ് ഗോൾഡ് ബോർഡർ ഇത് തന്നെ മേളിലും താഴെയും കണ്ടോ ഇങ്ങനെ വരും. മുന്താണി വേറെ കോൺട്രാസ്റ്റാണ് മുന്താണി. ഇത് കൂട്ട് കുറേ കളർ സാരി ഉണ്ട്, ഞാൻ ഇപ്പോൾ കാണിക്കാം. ഇതിപ്പോൾ വന്നിട്ട് നല്ല ഡാർക്ക് വയലറ്റ് കളർ, നല്ല ആ സ്റ്റഫ് കണ്ടോ, ഒരു സിൽക്ക് അതായത് നമ്മുടെ സ്ലബ് സിൽക്കില്ലേ അതിൻ്റെ പോലത്തെ ഒരു സ്റ്റഫാണ്. ആ സ്ലബ് സിൽക്കിനൊരു സിൽക്കി ഫീൽ ഉണ്ടല്ലോ, എന്നിട്ട് അതിന് കോട്ടൻ്റെ ഒരു ടച്ചും കൂടെ കിട്ടുന്നത് അങ്ങനത്തെ ഒരു സ്റ്റഫാണ്. എന്നിട്ട് ഈ പോയിരിക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു ബുട്ടായെല്ലാം നല്ല വീവിങ്. നിങ്ങൾക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് ഇപ്പോൾ കല്യാണം ഉണ്ടെങ്കിലോ ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ പറ്റിയ ആപ്റ്റായിട്ടുള്ള നല്ല സാരിയാണ്. എല്ലാം കൂടെ കൊണ്ടും റേറ്റ് കൊണ്ടും എല്ലാം കൊണ്ടും നല്ല സാരിയാണ്. ബ്ലൗസ് കോൺട്രാസ്റ്റ് ഇതുണ്ട് ബ്ലാക്ക്. ഇവിടെ എന്താണോ വരുന്നത് അതായിരിക്കും ബ്ലൗസേലും ആ ഒരു ബ്ലൗസേ വരുമ്പം കോപ്പറിൻ്റെ ഒരു ഇതാണ് ബോർഡറായിട്ട് വരുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ മുന്താണിക്ക് കണ്ടോ ആ കോപ്പറിൻ്റെ ഒരു ഇതാണ് ഇവിടെ വരുന്നത്, ബോർഡറിന് വരുന്നതല്ല, കോപ്പറിൻ്റെ ഒരു ഇതാണ്. അതാണ് ബ്ലൗസിന് ബോർഡറായിട്ട് വരുന്നത്. നല്ലൊരു ഭംഗിയായിരിക്കും. നമ്മുടെ സ്ലബ് സിൽക്കിൻ്റെ ആ ഒരു സിൽക്കി ഫീലും ഉണ്ട്. അതിപ്പോൾ വയലറ്റ് കളറ്. ഇവിടുത്തേത് ഇത് മാറുന്നുണ്ടല്ലേ കളർ അനുസരിച്ച് ബോർഡർ. ഇത് ഇങ്ങനെ നല്ല സഫയർ ഗ്രീൻ ഒക്കെ ഷെയ്ഡെന്ന് പറയാം. കണ്ടോ, മുന്താണി ഇങ്ങനെ, ബ്ലൗസ് ബ്ലാക്ക് തന്നെ. കണ്ടോ, ഇവിടെ വരുന്ന മുന്താണിയിൽ ഈ വരുന്ന ആ ഒരു മുന്താണി നിങ്ങളൊന്ന് നോക്കിക്കുക. കോപ്പറിൻ്റെ ഒരു ഇത് വരുമ്പോൾ നല്ലൊരു എടുപ്പല്ലേ മുന്താണിക്ക്. വില 1150 രൂപ അത്രേ ഉള്ളൂ. നല്ല സിൽക്ക് സാരി എടുക്കുന്ന പോലെ എടുക്കുകയും ചെയ്യാം. പക്ഷേ ഒരു സിൽക്ക് സാരിയുടെ പോലെ ഒഴുകിപ്പോകലോ പിന്നെ നമുക്ക് ചൂടോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമ്മളൊരു കോട്ടൺ സാരി ഉടുക്കുന്ന ലാഘവത്തോടെ ഉടുക്കാം. പക്ഷേ ഈ കല്യാണി കോട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ അത്ര ഇതായിട്ട് നമുക്ക് ഉടുക്കുകയും ചെയ്യാം. നമുക്ക് കൊണ്ടു നടക്കാനും എല്ലാം നല്ല എളുപ്പം. പക്ഷേ നല്ല സിൽക്ക് സാരിയുടെ ആ ഒരു സിൽക്ക് സാരി ഉടുത്ത പോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഗ്ലോയും കാര്യങ്ങളും. അടിപൊളിയല്ലേ? ഇതിനകത്ത് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് പ്രേമികൾക്ക് ലൈറ്റ് ഷെയ്ഡ് എടുക്കാം, ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് ഡാർക്ക് ഷെയ്ഡും എടുക്കാം. അതിൻ്റെ ആ ബോർഡറിനകത്തൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡി ഈ സാരിയുടെ ബോഡിക്ക് ഏതാണോ കളറ് ആ കളറുമായിട്ട് കോമ്പിനേഷൻ ചെയ്തെടുത്തിരിക്കുന്ന ബോർഡറാണ്. ഇതിപ്പോൾ പീച്ച് ഷെയ്ഡല്ലേ, അതൊരു ഭയങ്കര നമ്മൾ റെയറായിട്ട് കാണാം. നമ്മളിപ്പം സെമി സിൽക്ക് സാരിയൊക്കെ എടുക്കുവാണെങ്കിൽ സിൽക്ക് സാരി എടുക്കുവാണെങ്കിൽ ഇവിടെ ഒരു കളറ് സാധാരണ ഒന്നെങ്കിൽ കോപ്പർ അല്ലെങ്കിൽ ഗോൾഡാണ് വരുന്നത്. ഇതിനനുസരിച്ച് അങ്ങനെ വരത്തില്ല. ഇത് പക്ഷേ പീച്ചാണെങ്കിൽ ആ പീച്ചുമായിട്ട് മിക്സ് ആയിട്ടുള്ള ഗോൾഡും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് ഇവിടുത്തെ ബോർഡറിന് വരുന്നത്. ഇതിന് വരുമ്പം മുന്താണിക്ക് ഈ ഒരു ക്രീം ഷെയ്ഡ്, ബ്ലൗസ് അപ്പം ക്രീമായിട്ടിരിക്കും. നമ്മൾ ആ പീച്ചും ക്രീമും തമ്മിലുള്ള ആ കോമ്പിനേഷൻ ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കുക. കണ്ടോ, നല്ല രസമല്ലേ? പീച്ചും ക്രീമും പീച്ചും ബ്ലാക്കും ഒക്കെ ഭയങ്കര എവർഗ്രീൻ ആയിട്ടുള്ള കോമ്പിനേഷൻസ് അല്ലേ? കണ്ടോ, സുന്ദരിയല്ലേ? ഞാനല്ല സാരി. ഞാൻ എന്നെയാണോ പറഞ്ഞതെന്ന് ഓർത്തേ, എന്നെയല്ല പറഞ്ഞത്. ചെറുപയർ പച്ച എല്ലാം നല്ല സാരികളാട്ടോ. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. ചെറുപയർ പച്ചയുടെ അതിന് ചേരുന്ന ഒരു മിക്സ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ബോർഡർ. മുന്താണി ബ്ലൗസ് വരുമ്പം ബ്ലാക്ക് വരും. നല്ല കോമ്പിനേഷൻസാണ് തമ്മി ബ്ലൗസ് ആയിട്ടാണേലും ആ മുന്താണി താഴെ അങ്ങനെ കണ്ടിട്ട് ബ്ലൗസ് ഇവിടെയും കൂടെ അങ്ങനെ നമ്മൾ ബ്ലൗസിൻ്റെ കട്ട് ചെയ്ത് ഇവിടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ബ്ലൗസ് ഇത് കണ്ടോ, കോപ്പർ ഷെയ്ഡ്. എല്ലാത്തിനും ബ്ലൗസിന് ബോർഡറായിട്ട് വന്നേക്കുന്ന കോപ്പറാണ്. ഇവിടവും ബോർഡർ വന്നിരിക്കുന്നത് കോപ്പറാണ്. ഈ ഒരു വീവിങ് എന്നിട്ട് ഓൾ ഓവർ ബോഡിക്ക് ബുട്ട ബ്ലാക്ക്. കാണിക്കാനും നല്ല എളുപ്പമാണ്. അതിനുശേഷം നല്ല വഴങ്ങി നമുക്ക് നല്ല ശരീരത്തോട്ട് എങ്ങനെ വേണേലും കിടക്കുന്ന സാരി. ഒട്ടും വണ്ണമൊന്നും കൂടുതൽ തോന്നിക്കത്തില്ല. മെലിഞ്ഞവർക്കും വണ്ണമുള്ളവർക്കും എല്ലാം ഒരുപോലെ ആപ്റ്റ്. ഈ ബുട്ടായുടെ കളറും ഈ കളറും ഒരേ കളർ ബ്ലാക്ക് ആയതുകൊണ്ടേ നല്ല എടുപ്പല്ലേ, നല്ല ഭംഗിയല്ലേ? ഈ രസമാണ്. ഇത് എന്നാ രസമല്ലേ? ഈ ഒരു കുഞ്ഞിക്കാണല്ലോ ബോർഡർ. താഴെ ഈ ബോർഡർ തന്നെ കേട്ടോ, മുകളിലും താഴെ ഒരേ ബോർഡറാണേ.
മുന്താണി വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും. ആ ഒരു സഫയർ ഗ്രീൻ്റെ ഷെയ്ഡ്. ബ്ലൗസും അത് തന്നെ, ബ്ലാക്കും സഫയർ ഗ്രീനും. നല്ല രസമായിരിക്കും അല്ലേ? ഒരു റെയർ കോമ്പിനേഷനാണ് അല്ലേ? അല്ലേ? അങ്ങനല്ലേ? ബ്ലാക്കും സഫയർ ഗ്രീൻ്റെ ബ്ലൗസും. ആലോചിച്ച് നോക്കി. ഞാനീ വേറെ വലിയ എന്നെ കഴിഞ്ഞും വലിയ കുർത്തി എടുത്തിട്ടേക്കുന്നത്. കോട്ടൺ കുർത്തി കാണുന്നതേ ചാടി എടുക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ പരിപാടി. സൈസൊന്നും ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ബോധേടല്ല. അതൊക്കെ പയ്യെ എല്ലാവരും ഇട്ട് 10 പേര് കണ്ടു കഴിയുമ്പോഴാണ് ആശാത്തി പയ്യെ ഇത് സൈസ് ചെയ്യാനും ഷേപ്പ് ചെയ്യാനും ഒക്കെ പോകുന്നത്. നല്ല ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ് അല്ലേ? ലാവണ്ടറിൻ്റെ ഷെയ്ഡല്ലേ? ലാവണ്ടർ ക്രീം ഇങ്ങനെ മിക്സ് ഉണ്ടോ? ഇത്തേ കൂടെ ഒരു ക്രീമിൻ്റെ ഒരു ഇതും കൂടെ പോകുന്നുണ്ട്. ഒരു വീവിങ് ആയിരിക്കാം അത്. ഇതെല്ലാം വീവിങ് കേട്ടോ. ഈ ഇങ്ങനെ ബുട്ട കാണുന്ന കംപ്ലീറ്റ് വീവിങ് ആണ്. എല്ലാത്തിലും അങ്ങനെ കംപ്ലീറ്റ് വീവിങ്ങാണ്, അല്ലാതെ ഡിസൈനും പ്രിൻറ്റും ഒന്നുമല്ല. സുന്ദരിയല്ലേ ബ്ലൗസ്? ഇത് ബ്ലൗസും ഈ സാരിയും കൂടെ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടം മതിയുള്ളവർക്ക് ഇങ്ങനത്തെ നല്ല നല്ല സൂപ്പറാണ്. താനും നല്ല സാരി. ഇത്രേ ഉള്ളോ? എല്ലാം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എന്നോടിപ്പം പേഴ്സണലി ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഞാൻ ഒരു സജഷനും പറയത്തില്ല, കാരണം എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു സാരി സെലക്ട് ചെയ്ത് തന്നെയെന്ന് പറഞ്ഞാൽ, പിന്നെ ആളെ നോക്കിയിട്ട് പറയാനാണെങ്കിൽ ചിലർക്ക് ചില കളറിനോട് ഇഷ്ടം തോന്നും ഉണ്ടല്ലോ, അങ്ങനെ വല്ലതും പറഞ്ഞാലേ ഉള്ളൂ. അടിപൊളി ബീട്രൂട്ട് കളറ് അല്ലേ? ബീട്രൂട്ട് മുറിച്ച് കഴിയുമ്പോഴത്തെ കളർ, അല്ലെങ്കിൽ വാടാമുല്ലയുടെ ഡാർക്ക് കളറ്. ഇങ്ങനെ നല്ല കളറല്ലേ? എല്ലാം നല്ല കളറാണ് കേട്ടോ. ഞാൻ ഇതിനെ മാത്രമല്ല പറഞ്ഞത്. നല്ല പാർട്ടി വെയർ സാരി കേട്ടോ. ഇത്ര വിലയല്ലേ ഉള്ളൂ? 1150, 80, 50, 1150 രൂപയേ ഉള്ളൂ. ഉണ്ടോ ബ്ലൗസ്? ഇത് ഇത്രയുള്ള സാരി 2 ടൈപ്പേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിലും അടിപൊളി സാരികളുമായിട്ട് വീണ്ടും വരാം. ഇത് എന്നാ പറയുന്നത്, വേറൊന്നുമില്ല. പ്ലെയിൻ സാരിയോ? പ്ലെയിൻ സാരിക്ക് എൻക്വയറി കാരണം ഇവർ മറുപടി പറഞ്ഞ് മടുത്ത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ എന്നും പ്ലെയിൻ സാരി ചോദിച്ചിട്ടുള്ളതിൻ്റെ വീഡിയോ ഫോട്ടോ എടുത്തിടാവോന്ന് ചോദിക്കും. നമുക്കൊരു 30 കളർ ഡിഫറൻസ് കളറും അതിന് പോലുന്ന ബ്ലൗസും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് മുഴുവൻ ഫോട്ടോ എടുത്തിടുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പിന്നെ വേറൊരു പണിയും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അത്രയും സമയം പോയില്ല. അതുകൊണ്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പുതിയ സാരികൾ വന്ന് കയറുമ്പോഴത്തേനെ എനിക്ക് ഭയങ്കര ഇളക്കം കയറും, അത് കാണിക്കണമെന്ന്. അപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ പോകും. അത് കഴിഞ്ഞിട്ട് വഴിയത് കാണിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.